പക്ഷേ ഞാൻ റൊമാൻസ് അഭിനയിക്കാൻ പഠിപ്പിക്കാം. ഓക്കേ അല്ലേ? അതായത് വിവാഹത്തിന്റെ പിറ്റേ ദിവസം ഭർത്താവ് നേരെ ജോലിക്കായി ഗൾഫിലേക്ക് പോവുകയാണ്. യവൻ എന്തിനാണ് പിന്നെ കല്യാണം കഴിക്കാൻ പോയത്? ഒരാഴ്ച പോലും ലീവ് കിട്ടാത്തവൻ കല്യാണം കഴിക്കരുത്. എന്നിട്ട് നീണ്ട 10 വർഷങ്ങൾക്ക് ശേഷം ഭർത്താവ് തിരിച്ച് വീട്ടിലേക്ക് വരികയാണ്. വീട്ടിൽ വരുമ്പോ ആര് കാണൂന്നാ പറയുന്നത്? 10 വർഷം കഴിഞ്ഞ് ഭാര്യ കണ്ണിൽ എണ്ണ ഒഴിച്ച് വീട്ടിൽ കാത്തിരിക്കുന്നു. റയർ കേസാണ് കേട്ടോ. എന്റെ സർവീസിൽ ഇങ്ങനെ കേസ് ഞാൻ കേട്ടിട്ടില്ല. ചേട്ടാ ഇത് കഥയാണ്. കഥയിലങ്ങൊന്നും പറയാൻ പാടില്ല. സോറി. മിണ്ടാതിരിക്ക്. 10 വർഷത്തിന് ശേഷം കാണുന്ന ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രണയം, ആ റൊമാൻസ് മനസ്സിലോ? റൊമാൻസ് ചെയ്യുമ്പോ ഒരു ഭർത്താവായിട്ട് ഒരാൾ നിൽക്കുകയാണെങ്കിൽ എനിക്കത് നന്നായിട്ട് ഓപ്പോസിറ്റ് ഭർത്താവ് നിൽക്കുമല്ലേ? അയ്യോ എന്നെ നിർബന്ധിക്കരുത്. എനിക്ക് റൊമാൻസ് ശരിയാവത്തില്ല. എന്റെ മീശ കാരണം ഞാൻ റൊമാൻസ് ചെയ്ത ആൾക്കാർ മാഷറിയോ? ഈ മീശ കാരണം എനിക്കൊരു ഉമ്മ പോലും കൊടുക്കാൻ പറ്റുന്നില്ല. എടി നിനക്ക് ഒരു ഉമ്മ പോലും കൊടുക്കാൻ ഉമ്മ കൊടുക്കാൻ വേണ്ടി അടുത്തേക്ക് ചെല്ലുമ്പോ ഇവർക്ക് തുമ്മലാണ്. ശരിയാണ് മാഷെ. ഇത്രയും കഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയെ ഞാൻ ആദ്യം. അതാണ്. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, ചേട്ടൻ ഈ റൊമാൻസ് എന്നൊരു സാധനം വരത്തില്ല. എനിക്കാണെങ്കിൽ ഭയങ്കര റൊമാൻസാ. അപ്പൊ പ്രതീക്ഷക്ക് വകയുണ്ട്. അഭിനയത്തിൽ നല്ലൊരു ഭാവിയുണ്ട്. ആ പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. അപ്പൊ ഭർത്താവായിട്ട് ആരെ ഭർത്താവായിട്ട് തൂണ് പോലെ നിങ്ങൾ നിൽക്കണം. നിങ്ങൾക്ക് അഭിനയിക്കാൻ പാടില്ലേ? ഞാനോ?